നിലവിൽ ഒരു ഭാര്യ ഇരിക്കുമ്പോൾ മറ്റൊരു ഭാര്യ വിവാഹം കഴിക്കാൻ പാടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പ്രത്യേക മത വിഭാഗത്തിന് മാത്രം ഇത് സാധിക്കുന്നതാണ്. അവരുടെ മതപരമായിട്ടുള്ള ഒരു സവിശേഷത പ്രകാരം 4 ഭാര്യമാരെ വരെയും അവർക്ക് വിവാഹം കഴിക്കാം. അതായത് ഒരു ഭാര്യ ഇരിക്കുമ്പോൾ, പക്ഷെ അതിനൊരു മറ്റൊരു വശം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിയമപരമായിട്ട് അത് അനുവദനീയമല്ല എങ്കിലും അവർക്ക് അവരുടെ ആദ്യ ഭാര്യനെ മൊഴി ചൊല്ലി അല്ലെങ്കിൽ തലാഖ് ചൊല്ലി നമുക്ക് മറ്റൊരു വിവാഹം കഴിക്കാം എന്നൊരു വ്യവസ്ഥയുണ്ട്. പക്ഷെ ആദ്യ ഭാര്യയെ അറിയിക്കാതെ 13 വർഷത്തെ ദാമ്പത്യ ജീവിതത്തിൽ തന്റെ ഭർത്താവ് മറ്റൊരാളെ വിവാഹം കഴിക്കുന്നു, തന്നോട് പോലും പറയാതെ, തന്നോട് ചോദിക്കാതെ. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഇവിടെ നിയമമുണ്ട് എന്നുള്ള കാര്യം ഇവർ വിസ്മരിച്ചു പോയോ? അതോ ഇവർ താലിബാനിലും പാകിസ്ഥാനിലുമാണ് ജീവിക്കുന്നതെന്ന് ഇവർ വിചാരിച്ചോ? ഈ സംഭവം നടന്നത് അങ്ങ് നോർത്ത് ഇന്ത്യയിലല്ല, അതായത് വടക്ക് നോക്കി ഇരിക്കുന്ന സ്ഥലങ്ങളിലേക്കല്ല. ഈ സംഭവം നടന്നത് നമ്മുടെ കേരളത്തിലാണ്. ഇനി പറയാൻ പോകുന്നത് കേരളത്തിലെ പ്രബുദ്ധ മലയാളികൾക്ക് നാണക്കേടുണ്ടാക്കുന്ന സംഭവമാണ് ഇനി ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വച്ചു നീട്ടാൻ പോകുന്നത്. ഡോക്ടർ ആയിഷ കഴിഞ്ഞ 10 ദിവസമായി തന്റെ ഭർത്താവിന്റെ വീടിന് മുന്നിൽ കുത്തിയിരിപ്പ് സമരമാണ്. എന്തിനാണെന്നറിയോ? അവർ ഡോക്ടറാണ്, പക്ഷെ അവർ വിദ്യാഭ്യാസമുള്ളവരാണ്, അവർ നല്ലൊരു സമൂഹത്തിൽ നല്ലൊരു ജോലി ഉള്ളവരുമാണ്. പക്ഷെ അവർ നേരിടുന്ന ഒരു പ്രശ്നമുണ്ട്. 13 വർഷത്തെ ദാമ്പത്യ ജീവിതത്തിന് ശേഷമാണ് ഒരു സുപ്രഭാതത്തിൽ ഭർത്താവ് മറ്റൊരു പെൺകുട്ടിയെ വിവാഹം കഴിക്കുന്നു. തന്നോട് ചോദിച്ചിട്ടുള്ള, പറഞ്ഞിട്ടുള്ള, താൻ അറിഞ്ഞിട്ടും കൂടിയില്ല. ഒന്ന് ആലോചിച്ച് നോക്കി, ഇത് നിങ്ങളുടെ ജീവിതത്തിലാണ് നടക്കുന്നതെങ്കിലോ? ഇന്ന് നിങ്ങളുടെ ഭർത്താവ് നാളെ മറ്റൊരു ദിവസം നിങ്ങളോട് പറയാതെ മറ്റൊരു പെൺകുട്ടിനെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് വരുന്നു, അല്ലെങ്കിൽ മറ്റൊരു പെൺകുട്ടിയെ വിവാഹം കഴിക്കുന്നു എന്ന് വെക്കുക, നിങ്ങൾ അറിഞ്ഞിട്ടും കൂടിയില്ല. ബാക്കിയുള്ള നമ്മുടെ നിയമപ്രകാരം, അതായത് ഹിന്ദു, ക്രിസ്ത്യൻസ്, ബാക്കിയുള്ള മതപ്രകാരമാണെങ്കിൽ നമുക്കതിന് കേസ് കൊടുക്കാൻ റൈറ്റ് ഉണ്ട്. പക്ഷേ ഇവിടെയാണ് നമുക്ക് ഈ ഒരു പ്രത്യേക മതത്തിന്റെ ആ ഒരു ചട്ടക്കൂട് നമുക്ക് പറയാതിരിക്കാൻ പറ്റുകയില്ല. കാരണം 4 വിവാഹം തന്നെ കഴിക്കാമെന്ന് പറയുന്നുണ്ടെങ്കിലും ആ 4 വിവാഹത്തിൽ ഒരു വിവാഹത്തിൽ നിന്ന് മറ്റൊരു വിവാഹത്തിലേക്ക് പോകുമ്പോൾ മൊഴി ചൊല്ലുക എന്നൊരു സംഭവമുണ്ട്. അതുപോലും കാണിക്കാതെ ഒരു സുപ്രഭാതത്തിൽ മറ്റൊരു വിവാഹം കഴിച്ച് മറ്റൊരാളെ പങ്കാളിയായിട്ട് കൂടെ കൂട്ടുമ്പോൾ അപ്പോൾ ഇപ്പുറത്ത് നിൽക്കുന്ന ആളുടെ മാനസികാവസ്ഥയിലും വെറും പുല്ല് വിലയല്ലേ ഇവർ കൽപ്പിക്കുന്നത്. സ്ത്രീകളെ വെറും ഭോഗവസ്തുവായിട്ട് മാത്രം കാണുന്നവർക്ക് 1 അല്ല 4 അല്ല 5 അല്ല 14 വേണമെങ്കിൽ കല്യാണം കഴിക്കാം. പക്ഷേ അതൊരു മയമുണ്ട്. അതായത് മൊഴി ചൊല്ലി പറഞ്ഞിട്ട് പോകുന്ന ഒരതുണ്ട്. കാരണം അവർക്ക് എന്താണോ വേണ്ടത്, ജീവനാംശമായിട്ട് എന്താണോ വേണ്ടത്, അത് അവർക്ക് കൊടുക്കേണ്ട ഉത്തരവാദിത്വമുണ്ട്. 13 വർഷമായിട്ട് ദാമ്പത്യത്തിലിരിക്കുന്നത്, അതായത് വിവാഹ സമയത്ത് നൽകിയ 100 പവൻ സ്വർണ്ണാഭരണങ്ങളും 15 ലക്ഷം രൂപയും കൈക്കലാക്കി കുഞ്ഞിനെ ചെലവിന് പോലും നൽകാതെയാണ് ഭാര്യയെ വീട്ടിൽ നിന്ന് പുറത്താക്കിയത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. അതായത് 100 പവന്റെ സ്വർണവും കൈക്കലാക്കി, അതേപോലെ എന്താണ് പറയാ 15 ലക്ഷം രൂപയും കൈക്കലാക്കി. അങ്ങനെ എനിക്ക് തോന്നുന്നത് മെഹറാണെന്ന് തോന്നുന്നു. കാരണം മെഹർ ആ സമയത്ത് എന്തും കൊടുക്കാമല്ലോ, അതായിരിക്കാം ചിലപ്പോൾ. അങ്ങനെ കൈക്കലാക്കി കൊടുത്തതിന് ശേഷം, അതായത് ഇത്ര വർഷം കഴിഞ്ഞ ഒരു കുഞ്ഞുണ്ടായിട്ട് അതിന് ചെലവ് പോലും കൊടുക്കാതെ, അതിന്റെ ചെലവ് പോലും നോക്കാൻ കേൾപ്പില്ലാതെ മറ്റൊരു പെൺകുട്ടിയെ കല്യാണം കഴിച്ച ഇവറ്റകളൊക്കെ എന്താണ് പറയേണ്ടത്? ഇവിടെയാണ് ഞാൻ UCC, അതായത് യൂണിവേഴ്സൽ സിവിൽ കോഡ് നിയമം വന്നിരുന്നെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം ഇവിടെ ദ്വിഭാര്യത്വം നിർത്തലാക്കുക എന്നാണ്. അതുകൊണ്ടാണ് ഇവർ ഈ ഏകീകൃത സിവിൽ കോഡ് നിയമത്തെ ഇവർ മുച്ചൂടും എതിർക്കുന്നത്. കാരണം ഇത് വന്നു കഴിഞ്ഞാൽ ഇവർക്ക് തോന്നിയ പോലെ ഓടി നടന്ന് കല്യാണം കഴിക്കാൻ പറ്റുകയില്ല. യഥാർത്ഥത്തിൽ ഒരു ഭാര്യയെ നിലവിൽ നിൽക്കുമ്പോൾ മറ്റൊരു ഭാര്യയെ അങ്ങനെ തേടി പോകുന്ന അത്ര നല്ല കാര്യമൊന്നുമല്ല. അങ്ങനെ മുസ്ലിം ലോ നിയമപ്രകാരം അങ്ങനെ പോകണമെങ്കിൽ ആദ്യത്തെ ഭാര്യയുടെ സമ്മതം വേണം, അല്ലെങ്കിൽ ആദ്യത്തെ ഭാര്യ മരിച്ചു പോകണം. നിലവിലിരിക്കുമ്പോൾ അങ്ങനെ പോകാൻ പാടില്ല എന്നൊക്കെ നിയമമുണ്ട്. പക്ഷേ ഇവരുടെ ഖുർആൻ അനുസരിച്ച്, അല്ലെങ്കിൽ ഇവര് ഫോളോ ചെയ്യുന്ന ആ ഒരു മതപുസ്തകം അനുസരിച്ച് ഇവർക്ക് എന്തും ചെയ്യാം എന്നുള്ളതുണ്ട്. കാരണം കഴിഞ്ഞ ദിവസം നമ്മുടെ മറുനാടൻ മലയാളിയിൽ വന്നൊരു വാർത്തയുണ്ടായിരുന്നു. അതായത് ഒരാളോട് ഒരു മാധ്യമപ്രവർത്തകൻ ചോദിച്ചപ്പോൾ 6-7 വർഷമൊക്കെ എങ്ങനെയാണ് ഒരു പുരുഷന് തന്റെ വികാരങ്ങളെ അടക്കി വെക്കാൻ കഴിയുക എന്നാണ്. വീണ്ടും ഒരു കല്യാണം കഴിക്കാൻ പാടുണ്ടോ? 5 വർഷം ഒന്ന് കാത്തിരുന്ന പോലെ. അവനൊരു മനുഷ്യനല്ലേ, വികാരം വിചാരമുള്ള മനുഷ്യനല്ലേ. അവനക്കൊരു തോന്നിയാസം ചെയ്യാൻ പറ്റുമോ? ഒരു നല്ല ഹലാലായി എല്ലാവരും ജീവിക്കാൻ അവനക്ക് പറ്റുമോ? അപ്പൊ അതിന്റെ പേര് അവർക്ക് സൈകട്ട പാവം ചെയ്തിട്ടുണ്ടാവും. നിയമപരമായിട്ട് ഡിവോഴ്സ് ചെയ്താൽ പോരെ? ഡിവോഴ്സ് ചെയ്യേ എന്തിനാ? ഒരു പുരുഷന് ഒന്നിലധികം ഭാര്യമാരായിട്ട് ജീവിക്കാൻ അവകാശമുണ്ട്. അപ്പോൾ ഒരു സുപ്രഭാതത്തിൽ ഇന്നേ ദിവസം വരെ നമ്മുടെ ഭർത്താവ് എന്നിട്ട് മറ്റൊരു ദിവസം വേറൊരു പെണ്ണിലേക്ക് വികാരം തോന്നി പോകുന്നവരെ, അപ്പോൾ ഇപ്പോഴത്തുള്ള ഈ സ്ത്രീയുടെ വികാരത്തെ നിങ്ങൾ മാനിക്കുന്നില്ല? അതോ സ്ത്രീബന്ധം നിങ്ങൾക്കുള്ള ഭോഗവസ്തു മാത്രമായിട്ടാണോ നിങ്ങൾ ഇതിൽ കാണുന്നതെന്നാണ് നമുക്കറിയാനുള്ളത്.
ഞാൻ ഒരു കാര്യം കൂടി കൂട്ടിച്ചേർത്തോട്ടെ. വർഷങ്ങൾക്ക് മുമ്പ് ഷബാനു ബീഗം എന്നൊരു കേസ് ഉണ്ടായിരുന്നു. ഷബാനു ബീഗം തന്റെ ഇതുപോലെ തന്നെ കേസായിരുന്നു. കാരണം തന്റെ വീട്ടിൽ നിന്ന് പുറത്താക്കി അവർക്ക് 5 കുട്ടികളുണ്ടായിരുന്നു. അവർക്ക് പ്രായമേറിയതായിരുന്നു. അവര് വിവാഹം കഴിച്ചവരുടെ അഭിഭാഷകനെയായിരുന്നു. ആ ഒരു ഷബാനു ബീഗത്തിന്റെ കേസുമായി ബന്ധപ്പെട്ടാണ് ഹക്ക് എന്നൊരു സിനിമ വരെ വന്നത്. സംശയമുണ്ടെങ്കിൽ നിങ്ങൾ ഷബാനു ബീഗത്തിന്റെ കേസ് പോലും ഇവിടെ പ്രൊപ്പഗണ്ടയാണ്. ഷബാനു ബീഗത്തിന്റെ കേസിൽ ഷബാനു ബീഗത്തെ പോലും അടച്ചാക്ഷേപിക്കുന്നവർക്ക് ഹക്ക് എന്നൊരു സിനിമ കണ്ടാൽ മനസ്സിലാകും എന്താണ് യാഥാർത്ഥ്യം എന്നുള്ളത്. കാരണം തനിക്ക് വേണ്ട അവകാശങ്ങളെ നിയമപരമായിട്ട് നേടിയെടുക്കാനാണ് ആ വനിത, ധീര വനിത, അന്ന് അക്കാലത്ത് വർഷങ്ങൾക്ക് മുമ്പ് അക്കാലത്ത് അവർ ഇറങ്ങി പ്രവർത്തിച്ചത്. അത് ഇറങ്ങി പ്രവർത്തിച്ചും പോരാനിട്ട് അവർക്ക് അവസാനം നീതി കിട്ടി. കാരണം നീതി കിട്ടിയിട്ടും നമ്മുടെ അന്നത്തെ ഇന്ത്യയിലെ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി പ്രീണനത്തിന് വഴങ്ങി ആ ഒരു കിട്ടിയ നീതിയെ പോലും നിഷ്പ്രഭമാക്കുകയാണ് ചെയ്തത്. മറ്റൊരു നിയമം ഇവിടെ കൊണ്ടുവന്നു. ആ നിയമം അനുസരിച്ച് ഇവർക്ക് ഈ കിട്ടിയ നീതി അനുസരിച്ച് ഇവർക്ക് നീതി കിട്ടില്ല എന്നൊരു വശംവത വന്നു. അങ്ങനെ നമ്മുടെ ഇന്ത്യയിലെ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി വഴങ്ങി കൊടുക്കുകയാണ് ഇവർക്ക് ചെയ്തത്. ഇതൊക്കെ കൂട്ടി ആലോചിച്ച് നോക്കുമ്പോൾ അതൊക്കെ അന്തകാലം. ഇത് ഇന്നത്തെ കേരളത്തിലാണ് നടക്കുന്നത്. നമ്മുടെ പ്രബുദ്ധ മലയാളികൾ അടക്കി പാടുന്ന, നമ്മൾ ഭയങ്കര ആദർശത്തോടുകൂടി പറയുന്ന ഇതേ കേരളത്തിലാണ് ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങൾ ആലോചിക്കണം. കാരണം കേരളത്തിൽ ഇത് എന്നു നടന്നു. ഓരോ വർഷം ഒരു വ്യക്തിയെങ്കിലും ഇങ്ങനെ കണ്ണീരണിഞ്ഞ് നിൽക്കുന്നുണ്ട്. ഭർത്താവിന്റെ വീട്ടിൽ കണ്ണീരോടെ ജീവിക്കുന്നവർ ഇന്നും ഉണ്ട്. ഇതൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കേണ്ടതാണ്. കാരണം നമ്മുടെ കേരളം എന്ന് പറയുന്നത് ഇതിൽ നിന്നെല്ലാം കുറച്ച് വ്യത്യസ്തമാണ്. നമ്മൾ തന്നെ സ്വയം അവകാശപ്പെടുന്ന അല്ലെങ്കിൽ അഹങ്കരിക്കുന്ന കേരളത്തിലാണ് ഈ സംഭവം നടക്കുന്നത്. യൂണിവേഴ്സൽ സിവിൽ കോഡ് ഇവിടെ എത്രയും പെട്ടെന്ന് വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തികളിൽ ഏറെ ഭൂരിഭാഗവും ഇങ്ങനെ അനുഭവിക്കുന്ന സ്ത്രീകൾ തന്നെയാണ്. കാരണം മുസ്ലിം സ്ത്രീകൾ എന്ന് പറയുന്നത് വെറും ഭോഗവസ്തുവല്ല. ഒരു സ്ത്രീയും ആരുടെയും ഭോഗവസ്തുവല്ല. അവൾക്ക് സ്വന്തമായിട്ടുള്ള വികാരങ്ങളുണ്ട്. അവൾക്ക് സ്വയം ചിന്തിക്കാനുള്ള ശേഷിയുണ്ട്. സമൂഹത്തിൽ നല്ലൊരു ജോലി ചെയ്ത് ജീവിക്കുന്ന ഒരു സ്ത്രീയുടെ അവസ്ഥ ഇതാണെങ്കിൽ യാതൊരു ജോലിയും ഇല്ലാത്തൊരു സ്ത്രീയുടെ അവസ്ഥ എന്തായിരിക്കും എന്ന് ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. പ്രബുദ്ധ കേരളമേ, നിന്നെ ഓർത്ത് ഞങ്ങൾക്ക് ഇപ്പൊ ലജ്ജയാണ് തോന്നുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലൊന്നും എതിർത്ത് പറയാൻ പറ്റാത്ത അവസ്ഥ തന്നെയാണ് ഇപ്പോൾ കേരളത്തിൽ എത്തി നിൽക്കുന്നത്.